വയനാട് ജില്ലയെ നടുക്കുക മാത്രമല്ല എല്ലാ മനുഷ്യ മനസാക്ഷിയെയും ഞെട്ടിപ്പിക്കുന്ന ദുരന്തമുണ്ടായ വയനാട് ജില്ലയിലെ മേപ്പാടിക്ക് സമീപത്തുള്ള മുണ്ടക്കൈ എന്ന് പറയുന്ന സ്ഥലത്തെ ചില പ്രിയ സഹോദരിമാരാണ് ഇപ്പോൾ നമ്മളോട് കൂടെ ഇരിക്കുന്നത്. അവരുടെ ജീവിതത്തിലെല്ലാം അവർക്ക് നഷ്ടമായി, മാത്രമല്ല അവരുടെ പ്രിയപ്പെട്ടവരും അവർക്ക് നഷ്ടമായി. ആ സംഭവം നേർക്കാഴ്ചയായിട്ട് അവരുടെ മനസ്സിനെ വലിയൊരു ട്രോമയിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. ഇപ്പോൾ അവർ സെൻറ്റ് ജോസഫ്സ് UP സ്കൂളിൽ മേപ്പാടിയിൽ അവിടെ ക്യാമ്പിലാണ് ഉള്ളത്. അവരുമായിട്ട് അവരുടെ സംഭവങ്ങൾ, അവിടെ നടന്ന സംഭവങ്ങൾ നമ്മളുമായിട്ട് പങ്കുവെക്കുന്നു. ഞങ്ങളോട് എസ്റ്റേറ്റ് ജോലി ചെയ്യാണ്. അപ്പോൾ എസ്റ്റേറ്റിൽ നിന്ന് അന്ന് ശനിയാഴ്ച ഞങ്ങൾ നല്ല മഴയായിരുന്നു. അപ്പോൾ ഞങ്ങളോട് അവിടുന്ന് ഇറങ്ങാൻ പറഞ്ഞാൽ ഫ്രണ്ടുകൾ വിളിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾ അവിടെ നിൽക്കണ്ട, ആ കുന്നിൻ്റെ മേലെ നിന്ന് ഒരുപാട് ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾ അങ്ങോട്ട് ഇറങ്ങി പറഞ്ഞു. അപ്പോൾ ഞാൻ ഒരു 12:30 ആയപ്പോൾ പാടി റൂം നന്നാക്കാൻ വേണ്ടി പോയപ്പോൾ മൊത്തം ചോർച്ചയാണ്. അപ്പോൾ അങ്ങനെ ചോർന്നപ്പോൾ ഞാൻ വിചാരിച്ചു, ഇങ്ങനെ നോക്കിയപ്പോൾ കുന്ന് മേലെയാണ്. അപ്പോൾ അവിടുന്ന് ആ കുന്ന് ഇടിഞ്ഞ് വന്നാൽ പാടിയൊക്കെ പോകും. അപ്പോൾ അങ്ങനെ വിചാരിച്ചപ്പോൾ ഞാൻ വിചാരിച്ച് ഇതിനെക്കാട്ടി നല്ല ഞങ്ങൾ കുന്ന് തന്നെ നല്ലത് പറഞ്ഞിട്ട് കുന്നിലേക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ട് പിന്നെ ഏട്ടനും മോന് പിന്നെ ഇളയച്ച കുട്ടികൾ അവരോട് ഞങ്ങൾ പറഞ്ഞു പോകണ്ട, ആ കുന്നിൻ്റെ മേലെ തന്നെ നിൽക്കുക. ബാക്കി എല്ലാവരും പോയി, ആ പാടിക്ക് പോയ ആൾക്കാരെല്ലാവരും പോയി. എല്ലാവരും എന്താ പറഞ്ഞ ഞാൻ അങ്ങനത്തെ കണക്കൊന്നും ഞമ്മക്കിപ്പോൾ ചോദിച്ചാൽ നമുക്ക് അറിയില്ല. അവിടെ ഒരു 10-15 കുടുംബം ആ കുന്നിൽ തന്നെ ഉണ്ടാവും. പക്ഷെ വീടൊക്കെ പോയി. ഞങ്ങൾ രാവിലെ നീച്ച് അങ്ങോട്ടൊക്കെ പോയി, ഞാനും അളച്ചനൊക്കെ പോയി നോക്കി. പിന്നെ ഞങ്ങൾ ഇത് അളച്ചൻ അപ്പം ഞങ്ങൾ ആ കുന്നിൻ്റെ മേലെ നിന്ന് അതൊക്കെ പോയി നോക്കിയിട്ടേ രാവിലെ. പിന്നെ ഒരാൾ ചളിയിൽ കുടുങ്ങിയിട്ടുണ്ടായി. അവരൊക്കെ രക്ഷപ്പെടുത്താനും ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് അങ്ങോട്ട് കടക്കാൻ പറ്റിയില്ല. രക്ഷപ്പെട്ടിട്ട് ഇവിടെ ഇപ്പൊ കുടുംബത്തിൽ നിന്ന് തന്നെ 6 പേര് പോയി. 3 ബോഡി കിട്ടി. 3 കൂടി കിട്ടാണ്ട് ചെറിയമ്മൻ്റെ മോളും പിന്നെ ഭർത്താവും കുട്ടികളും. അവിടുന്ന് മാറാൻ തോന്നിയതിന് വലിയൊരു ദൈവകൃപയായിട്ട് തോന്നുന്നു. മാറിയിട്ടില്ല, ഞങ്ങളെ കുന്നിന്റെ മേലെ തന്നെയായിരുന്നു. അപ്പൊ ഞങ്ങൾ ആ രാത്രി ഒരു 5-6 മണിയായപ്പോൾ ഞങ്ങൾ കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ 8-ാം നമ്പർ പറയാം, 3 മണിക്കൂർ കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ നടന്നിട്ട് അല്ല ശനിയാഴ്ച അല്ല, ഇന്നലെ വൈകിട്ട് ഞങ്ങൾ ആ കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ നടന്നു വന്നു. അപ്പം രക്ഷാസേന വല്ലതും ഉണ്ടായിരുന്നു. അപ്പൊ പുഴയിലായിരുന്നു. അപ്പൊ അവര് പറഞ്ഞു, ഞങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞു നിങ്ങൾക്ക് ഇതിൽ കടക്കാൻ പറ്റും, ഞങ്ങൾ സഹായിക്കാന്ന് പറഞ്ഞു. പക്ഷെ പറ്റില്ല. അതാ വലിയ ഷൂ ഇല്ലേ, അതാ ആ ഷൂവൊക്കെ താന്നങ്ങോട്ട് പോവുമായിരുന്നു ചളിയിൽ. അത്ര ഇടിഞ്ഞിട്ട് ഇത്രയ്ക്കുണ്ട് മണ്ണ്. അപ്പൊ നമുക്ക് അതിൽ കൂടെ പോണം കാട്ടി നല്ലത് കാട്ടിന്റെ ഉള്ളിൽ കൂടെ വന്നിട്ട് നിങ്ങൾക്ക് ആ വഴി അറിയാമായിരുന്നോ? കാട്ടിക്കൂടുള്ള വഴി അറിയാമായിരുന്നോ? ഇവർക്ക് അറിയായിരുന്നു. സുരേഷ്. തെരച്ചിൽ നടക്കുന്നുണ്ട്. ഒരുപാട് കുടുംബങ്ങൾ പോയിട്ടുണ്ട്. 300-350 വീടെങ്കിലും ചൂരമല ആ വർഷത്തിൽ നിന്ന് ഇങ്ങോട്ട് കൂട്ടി. പിന്നെ മുണ്ടക്കൈ വേറെ. അപ്പോൾ 500 ആളോളം പോയെന്നുള്ളതാണ് അല്ലേ? ഓക്കെ, നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങൾക്ക് സമാധാനവും ആശ്വാസം തരട്ടെ. നിങ്ങൾക്കെല്ലാം നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ച് നിങ്ങൾ ഒറ്റപ്പെട്ടു എന്ന് വിചാരിക്കരുത്. നമ്മളിപ്പോൾ ക്യാമ്പൊക്കെ ഉണ്ട്. ഇവിടുന്ന് ഇനിയിപ്പോൾ പോകാൻ പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ പോകും. അതിനുള്ള വഴികൾ നമ്മൾ ആരായുന്നുണ്ട്. ഇന്നിപ്പോൾ ഇവിടെ കോഴിക്കോട് രൂപതയുടെ ബിഷപ്പ് വർഗീസ് കലക്കൽ എന്ന് പറയുന്ന ബിഷപ്പ് നിങ്ങളെ സഹായിക്കാൻ തക്കവണ്ണം അവിടെ സ്ഥലം തരാം എന്ന് സമ്മതിച്ചിട്ടുണ്ട്.